നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പലപ്പോഴും നമുക്കറിയാം. ആ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഒരു തള്ളി മറിച്ചിട്ട് പോവുക എന്ന് പറയുന്നതിനപ്പുറം ഒരു അടിസ്ഥാനവുമില്ലാത്ത ചില കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവമായ ശ്രമമായി തന്നെ കാണാൻ കഴിയും. അതായത് ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു, ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ മുഖ്യമന്ത്രി വന്നിരിക്കുന്നത് ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആ മുഖ്യമന്ത്രിക്ക് പൊതുജനത്തോട് പറയേണ്ട ചില കാര്യങ്ങളും അത് ഉത്തരവാദിത്വത്തോടു കൂടി പറയാനും സാധിക്കുക എന്നുള്ളതാണ് എപ്പോഴും അദ്ദേഹത്തെ മികച്ച ഒരു മുഖ്യമന്ത്രിയാക്കി നിലനിർത്തുന്നത്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ പിന്നിൽ ചില ഗൂഢ അജണ്ടകൾ കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതൊന്നും ഞങ്ങളുടെ കയ്യിലെ തെറ്റുകൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് കഴിഞ്ഞ കാലത്ത് LDF സർക്കാർ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു വെക്കുന്ന ചില തന്ത്രങ്ങളാണ്. എന്നാൽ എങ്കിൽ നമുക്കൊന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ, പിന്നെ ഇതൊക്കെ LDF സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായിട്ടോ അതിനു മുൻപോ അറിയാവുന്ന കാര്യം തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഗതികെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനത്തെ ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു വശം. എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഉമീദ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാർ, അതായത് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന LDF സർക്കാർ നടത്തിയ ഒരു ഇരട്ട നിലപാടിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ കേസുമായി പോയ ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ. അങ്ങനെ ഈ വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്ന ഒരു കാര്യം അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ ഒരു നീക്കം നടത്തിയ ഒരു സർക്കാരുണ്ടെങ്കിൽ ആ സർക്കാർ പിണറായി വിജയൻ സർക്കാർ തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം. 2024 നമ്മുടെ നിയമസഭയിൽ, കേരള നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യകണ്ഠേന ഒരു പ്രമേയം തയ്യാറാക്കിയിരുന്നു. അതായത് ഒക്ടോബർ മാസം 16-ാം തീയതി ഐക്യകണ്ഠേന ഒരു പ്രമേയം തയ്യാറാക്കി പ്രമേയം അവതരിപ്പിക്കുവാൻ നമ്മുടെ ഇടതു സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ ഇന്ന് എന്താണ് പറഞ്ഞത്? അതോടൊപ്പം തന്നെ സർക്കാർ ഈ പറയുന്ന അമുസ്ലിങ്ങളെ 2 പേരെ അമുസ്ലിങ്ങളെ ഈ പറയുന്ന വഖഫ് ബോർഡിനുള്ളിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ഉമീദ് ആക്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ആയിരുന്ന കഴിഞ്ഞ LDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നീക്കവും നടത്തിയിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിൽ സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. ശക്തമായി, അതായത് വഖഫ് ബോർഡിനുള്ളിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തോടു കൂടിയുള്ള ആ ഒരു സമീപനത്തെ, അല്ലെങ്കിൽ ഉമീദ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് വസ്തുനിഷ്ഠമായി മുറിച്ചിട്ട പോലെ പറഞ്ഞ ഒരു സർക്കാർ അത് ഇടതുപക്ഷ സർക്കാർ തന്നെ ആയിരുന്നു എന്ന് കേരളത്തിലുള്ളവർക്കും അറിയാം, വഖഫുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു നിയമമുള്ള സാഹചര്യത്തിൽ ആ 2 സീറ്റ് ഒഴിവാക്കിയിട്ടിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതായത് അമുസ്ലിങ്ങളെ നിയമിക്കാതെ ബാക്കിയുള്ള നിയമനങ്ങൾ വളരെ കൃത്യമായി നടത്തിയിട്ടാണ് വഖഫ് ബോർഡ് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് സാരം. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ അങ്ങനെയാണോ ചെയ്തത്? അല്ല. ഉമീദ് ആക്ട് നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ, അതായത് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്താണ് പറഞ്ഞത്? ആ ഉമീദ് ആക്ട് ഞങ്ങൾ അതനുസരിച്ചിട്ട് അതായത് പുനർക്രമീകരണം നടത്തിക്കോളാം എന്ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. VD സതീശൻ എന്നിട്ട് പറഞ്ഞ എന്താ? ഇനി അങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ, കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ മേലെയാണ് കുറ്റം. കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു അത്രേ. അത് പ്രകാരം സുപ്രീം കോടതി ഇതിന്മേലുള്ള എല്ലാ ഫയലുകളും, അതായത് എല്ലാ ഹർജികളും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്ത പരാമർശം അദ്ദേഹം നടത്തി എന്നുള്ള വസ്തുതയാണ്. അപ്പോൾ അത് തെറ്റല്ലേ? കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കേസുകളും പല ഹർജികളും ഇപ്പോഴും നിലവിലുണ്ട്. ചില മാനദണ്ഡങ്ങൾ മാത്രം, അല്ലെങ്കിൽ ചില നിബന്ധനകൾ മാത്രം അത് എന്ത് ചെയ്തു? സുപ്രീം കോടതി സ്റ്റേ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലും ഈ പറയുന്ന ഹർജികളൊന്നും തന്നെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഈ രീതിയിൽ ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഡയലോഗ് അടിച്ചത്?
എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് കഴിഞ്ഞ LDF സർക്കാർ പറഞ്ഞു. പക്ഷേ പറഞ്ഞുവെങ്കിലും LDF സർക്കാർ ആ 2 അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ വഖഫ് ബോർഡിലേക്ക് ഉൾക്കൊള്ളിക്കാതിരുന്നത് തെരഞ്ഞെടുപ്പായതിനാലാണ്. അപ്പം എന്നിട്ട് അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ പ്രീണനം അവിടെ സാധ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം കഴിഞ്ഞ LDF സർക്കാർ അങ്ങനെ ആ 2 അമുസ്ലിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? LDF എന്ന് പറയുന്ന LDF സർക്കാരിന് അങ്ങനെ ഒരു നോട്ടമുണ്ടായിരുന്നു. അതായത് അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അമുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നത്? എന്തുകൊണ്ടായിരിക്കാം ഈ പറയുന്ന വഖഫ് നിയമം ഭേദഗതി ചെയ്തപ്പോൾ അതിനെ LDF സർക്കാർ എതിർത്തത്? തീർച്ചയായും അതായത് സംഘപരിവാർ അജണ്ട, അതായത് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ മേൽനോട്ടം വഹിക്കുന്ന ഒരു ഗ്രൂപ്പാണല്ലോ, അല്ലെങ്കിൽ ഒരു സർക്കാരാണല്ലോ. അപ്പോൾ ആ സർക്കാർ കൊണ്ടുവയ്ക്കുന്ന സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ VD സതീശൻ ചെയ്യുന്നത്. ഇനി എന്തിന് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും വരും. കാരണം എന്താണ്? ഈ പറയാവുന്നതിൻ്റെ പരമാവധി വർഗീയത പ്രചരിപ്പിച്ച് പറഞ്ഞ് ഇടതുപക്ഷ സർക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷവും CPIM-ഉം BJP-യും തമ്മിൽ എന്തോ അഭേദ്യമായ ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അത് സമസ്ത വേദിയിൽ പോലും കയറി നിന്നുകൊണ്ട് ആർജവത്തോടു കൂടി വിളിച്ചു പറയുകയും ചെയ്ത ഒരു നേതാവാണ് VD സതീശൻ. അത് നമുക്കറിയാം. ആ സതീശൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതേ വർഗീയത തന്നെയാണ്. വർഗീയതയിൽ നിന്നൊരു അല്പം പോലും മാറിയിട്ടില്ല. എന്നിട്ട് എന്താണ് പറയുന്നത്? കഴിഞ്ഞ LDF സർക്കാർ സംഘപരിവാറിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ള സർക്കാരിന് എന്ന് വരുത്തി തീർക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? എന്നിട്ട് ഇവിടെ പറയുന്നത് അദാനിയെ പോലുള്ള ആളുകൾക്ക് ഇവിടെ നമ്മുടെ കടൽക്കൊള്ള നടത്താനുള്ള സർവ്വ അവസരവും ഒരുക്കിക്കൊടുത്ത വെച്ച ഒരു സർക്കാരാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഇവിടെ ഏതെല്ലാം തരത്തിലാണ് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന VD സതീശൻ കേരളത്തിൽ നിന്നുകൊണ്ട് കള്ളം പറയുന്നത്, അതല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായ പ്രചരണം നടത്തുന്നത്. ഇതിനെ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇനി നുണപ്രചരണം എന്ന് പറയുന്നില്ല. കാരണം VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞതെല്ലാം നുണയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായ സാഹചര്യത്തിൽ പോലും അത് ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി സംസാരിക്കേണ്ടിയിരുന്നത്. ഇത് ഉത്തരവാദിത്വരാഹിത്യമാണ്. ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. അത് മറ്റു സർക്കാരിനെ കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാരിന് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ ഒരു സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ മറിച്ച് അങ്ങനെയാണോ? അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്താ? ഇപ്പോൾ ബോൾ ഇരിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി കൃത്യമായി അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായ ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് സംസാരിക്കുക? സോ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന LDF സർക്കാരിനെ കുറ്റം പറഞ്ഞ് തടി ഊരി പോവുക എന്ന് പറയുന്ന ഒരു സമീപനം നല്ല ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല എന്ന് ഒരിക്കൽ കൂടി VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.